ഒടുവിൽ ടെലഗ്രാം സിഇഒയ്ക്ക് പണി കിട്ടി. ടെലഗ്രാമിൽ എന്തും കാണാം എന്നൊരു അവസ്ഥയായി. ചുരുക്കി പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് ഈ സിനിമ ഒക്കെ നിർമ്മാതാക്കൾക്ക് ധനനഷ്ടം വരുത്തുന്ന രീതിയിലൊക്കെ ടെലഗ്രാം വഴി എല്ലാം കാണാമായിരുന്നു. അപ്പോൾ അതിന് കൂച്ചു വിലങ്ങ് ഇട്ടുകൊണ്ട് സിഇഒ, അതായത് ടെലഗ്രാമിൻ്റെ സിഇഒയ്ക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. സ്വന്തം ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായി. ടെലഗ്രാം സിഇഒ പാവേൽ ദുരോവ് അറസ്റ്റിൽ. പാരീസ് സമൂഹ മാധ്യമമായ ടെലഗ്രാമിൻ്റെ സിഇഒ പവേൽ ദുറോവിനെ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തു. പാരീസിലെ ലേ ബുർഗി വിമാനത്താവളത്തിൽ സ്വകാര്യ വിമാനത്തിൽ ചെന്നിറങ്ങിയപ്പോഴാണ് അറസ്റ്റ്. കുറ്റകൃത്യങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന ആരോപണത്തിലാണ് നടപടി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഫ്രാൻസിൻ്റെ ഏജൻസി OFMIN പവേൽ ദുറോവിനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളും പകർപ്പ് അവകാശമുള്ള വിവരങ്ങളും പങ്കുവയ്ക്കാനും ടെലഗ്രാം ഉപയോഗിക്കുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാൻ ടെലഗ്രാം തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. റഷ്യയിൽ ജനിച്ച ശതകോടീശ്വരനായ പവേൽ ദുറോവ് 2013 ടെലഗ്രാം തുടങ്ങിയത്. ടെലഗ്രാമിൽ റഷ്യൻ സർക്കാർ നിരീക്ഷണം തുടങ്ങിയതോടെ 2014 പവേൽ ദുറോവ് രാജ്യം വിട്ടു. ഫ്രാൻസിൻ്റെയും UAEയുടെയും പൗരത്വമുള്ള അദ്ദേഹം ദുബായിലാണ് താമസം. പവേലിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ബന്ധപ്പെടാൻ അവസരം ഒരുക്കണമെന്നും ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടതായി റഷ്യൻ എംബസി അറിയിച്ചു. നിയമലംഘകർ പിടിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും വളരെയേറെ പേർക്ക് ടെലഗ്രാം കൊണ്ട് ഗുണമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിയമം ലംഘിക്കുന്നത് തെറ്റല്ലേ, കുറ്റകരമാണ്. നിയമം ലംഘിക്കാതിരിക്കുക, നേരായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ അറിയാമല്ലോ, എല്ലാം വിവാദങ്ങളാണ്. മാന്യമായി ജീവിക്കുക, മാന്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, സത്യം, ധർമ്മം, നീതി, ന്യായം ഇവയിൽ ഉറച്ചു നിൽക്കുക, നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുക. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ബൈ.